കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 9ാം ദിനത്തിലേക്ക്. പുതിയ റഡാർ സിഗ്നൽ ലഭിച്ച ഗംഗാവാലി നദിയിലെ മൺകൂനയിൽ സംയുക്ത സേനാ പരിശോധന നടത്തുകയാണ്. ആഴത്തിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഇന്നെത്തിക്കും. തിരച്ചിലിനുള്ള ഹിറ്റച്ചി ബൂം യന്ത്രം എത്തിക്കാൻ വൈകും. റിട്ടയർഡ് ജനറൽ എം ഇന്ദ്രബാലൻ പരിശോധനകൾക്കായി ഷിരൂരിൽ ഇന്നെത്തും. അർജുനെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ 24നോട് പറഞ്ഞു. Yeah, boom machine. Yesterday, actually, it has to supposed to reach 2:30, means 2:30 a.m. today. But unfortunately, that machine has a vehicle got some damage in a fuel pipe. That fuel pipe is already, it has been sent it to the welding machine operator, and now it is welded also. It is started to come towards this particular place. Another 1.5 hour it is required. I am not telling good news, but 100% we will achieve our result. നിലവിലെ തിരച്ചിലിൽ തൃപ്തരാണെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. ഇപ്പോഴത്തെ തിരച്ചിൽ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം നല്ലൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലാണ് ഇന്നു മുതൽ നടത്താൻ പോകുന്നത്. അദ്ദേഹം കൂടി എത്തുമ്പോൾ അദ്ദേഹം ആ ഉപകരണം നാളെ രാവിലെയും കൂടി എത്തുന്നു അറിയാൻ പറ്റി. ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാളത്തെ ആ ഒരു തെരച്ചിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട്. ആ വലിയ മെഷീൻ ഉപയോഗിച്ചിട്ട് അടിഭാഗം സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഭൂമി മെഷീൻ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ തിരച്ചിലിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കുടുംബവും ദൗത്യസേനയും ജനപ്രതിനിധികളും ഒക്കെ തന്നെ. ഇന്ന് നടത്തുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലിൽ എന്തെങ്കിലും ഒരു വിവരം അർജുനെക്കുറിച്ചും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയെക്കുറിച്ചും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏത് നിലയ്ക്കാണ് ഇന്ന് തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നത്? ഇന്ദ്രബാലൻ ഇന്ന് അദ്ദേഹം ഈ ടീമിന്റെ ഭാഗമാകുമെന്ന് പറയുന്നു. അത്യാധുനിക സംവിധാനങ്ങളുള്ള ഉപകരണങ്ങൾ ഇന്ന് ഈ തിരച്ചിലിനായി ഉപയോഗിക്കപ്പെടുമെന്നും കരുതുന്നുണ്ട്. ഏത് നിലയ്ക്കാണ് തിരച്ചിൽ പുരോഗമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി സംഘം ഇപ്പോൾ ഷിരൂരിൽ നിന്ന് റിപ്പോർട്ടേഴ്സ് ടീം തയ്യാറായി നിൽക്കുന്നു. ഷഫീദ് റാവുത്തർ, ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ സംഭവ സ്ഥലത്ത് നിന്നുണ്ട്. അരുൺ പാറക്കലും അരുൺ പൂപ്പറമ്പയും വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരും. എസ് വിജയകുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ തെരച്ചിലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നതിന്റെ വിശദാംശങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. ആദ്യം എനിക്ക് അറിയാനുള്ളത് ഷഫീദ് റാവുത്തറിൽ നിന്നാണ്. ഷഫീദ്, ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പരിശോധനയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ 9ാം നാൾ. രണ്ട് കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, ഇന്ദ്രബാലനെ പോലെ വളരെ പ്രഗത്ഭനായ പരിചയസമ്പന്നനായ ഒരാൾ ഇന്ന് ടീമിന്റെ ഭാഗമാകുന്നു എന്നുള്ളത്. രണ്ട്, ഈ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലിലേക്ക് നമ്മൾ കടക്കുന്നു എന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടിയുണ്ട്. ഏറെക്കുറെ ഉറപ്പിച്ച ഒരു സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടക്കാൻ പോകുന്നത്. അതായത് പുഴയുടെ ഗംഗാവാലി പുഴയിലെ മൺകൂന കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിലാണ്. എപ്പോഴാണ് സൈന്യം ഈ തിരച്ചിലിലേക്ക് കടക്കുക? ഇപ്പോഴവിടെ എന്താണ് നടക്കുന്നത്? ഗോപികൃഷ്ണൻ, 9ാം ദിവസം നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, കാത്തിരിപ്പിന്റെ വേദനയുടെ ദിവസങ്ങൾ കൂടിയാണ് ഈ കടന്നു പോകുന്നത്. ഇനിയെങ്കിലും നമ്മുടെ അർജുൻ എന്തു പറ്റിയെന്നുള്ള കാര്യം അത് കണ്ടെത്തണം. അക്കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതും നിർണായകമാകാൻ പോകുന്ന ദിവസമാണ്. നിലവിലിപ്പോൾ ഇന്ന് രാവിലെ 7 മണി മുതൽ സൈന്യം, അതേപോലെ തന്നെ കരസേന, NDRF, നേവി ഇവരുടെ സംയുക്ത പരിശോധന അത് ഗംഗാവാലി നദിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച സിഗ്നൽ അത് റഡാറും സോണാറും നമുക്ക് ലഭിച്ച ഒരു പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു. ആ മൺകൂന കേന്ദ്രീകരിച്ചായിരുന്നു നദിയിലെ. ആ മൺകൂന അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഡിങ്കി ബോട്ടുകളിലടക്കം NDRFന്റെ അടക്കം പരിശോധന പുരോഗമിക്കുകയാണ്. അതായത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഡിങ്കി ബോട്ടിൽ ഗംഗാവാലി നദിയിൽ പരിശോധന ഇപ്പോൾ തന്നെ സംയുക്ത പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന തടസ്സമായി മാറുന്നത് അതൊന്ന് ഈ മൺകൂന തന്നെയാണ്. അതായത് സ്ക്യൂബ ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയില്ല എന്ന നേവി സംഘം അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ വിവരം കൈമാറിയിട്ടുണ്ട്. കാരണം ശക്തമായ അടിയൊഴുക്കുണ്ട് ഗംഗാവാലി നദിയിൽ. മാത്രവുമല്ല, ജലത്തിന്റെ വിസിബിലിറ്റി രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ കാര്യമാകട്ടെ, അതുമായി ബന്ധപ്പെട്ട ഈ മൺകൂനയിലേക്ക് മൺകൂന നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന മൺകൂന മാത്രമല്ല, അതിന് താഴേക്കും കാര്യമായ മൺകൂന ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും നിർണായകമാവുക ഇന്ദ്രബാലൻ, റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലൻ ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം ഗോവയിലേക്ക് എത്തും. ഇപ്പോൾ കരസേനയുടെ കൂടുതൽ വാഹനങ്ങളടക്കം ഈ സ്ഥലത്തേക്ക് കയറി പോകുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരടക്കം കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പരിശോധന അതുണ്ടാകുമെന്നാണ് കാർവാർ MLA അല്പസമയം മുൻപ്, സതീഷ് കൃഷ്ണ സെയിൽ അല്പസമയം മുൻപ് പറഞ്ഞത്. അർജുന്റെ ബന്ധു
ജിതിനും അകത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായും ഈ തിരച്ചിലിൽ ഡ്രോൺ ഇന്റലിജന്റ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം അത് ആ ഡ്രോൺ ഉപയോഗിച്ചായിരിക്കും ഈ റിട്ടയർഡ് ജനറലിന്റെ പരിശോധന, ഇന്ദ്രവാലിന്റെയും സംഘത്തിന്റെയും പരിശോധന. 5 അംഗ സംഘമാണ്, 4 പേർ അവരുടെ ഈ പരിശീലനം ലഭിച്ചവരാണ്. അവർ ഇതുമായി ബന്ധപ്പെട്ട അയച്ച കത്ത്, അതായത് കർണാടക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സ്വകാര്യ കമ്പനിയായ കിക്പയുടെ അയച്ച കത്തിന്റെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. തിരച്ചിലിന് അടിയന്തര സാങ്കേതിക സഹായം നൽകണമെന്നാണ് ആ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ണിനും വെള്ളത്തിനും അടിയിൽ 30 മീറ്റർ വരെ വസ്തുക്കൾ കണ്ടെത്താൻ ശേഷിയുള്ള സംവിധാനമാണ് ഇത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാർവാർ ഡെപ്യൂട്ടി കമ്മീഷണർ അയച്ച കത്തിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചത്. മറ്റൊന്ന് നമ്മളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ബൂം മെഷീൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിശോധനയാണ്.